സ്വഭാവം അത്ര നന്നൊന്നും അല്ലാട്ടോ. പിന്നെ ആകെയുള്ളൊരു കാര്യം പേടിത്തൊണ്ടാന്ന് ആരും മനസ്സിലാക്കാത്തത്. വരുമോ നിലച്ച ജീവിത സന്ധികളിൽ. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശ പറയട്ടെ. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലെ മുഖ്യമന്ത്രിയുടെ വാക്കുകളൊന്ന് കേട്ടിട്ട് വരാം. എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഞാൻ ആ ചടങ്ങ് നിർവഹിക്കുകയാണ്. അതെന്റെ ഒരു അവകാശമാണ്. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. എങ്ങനെയാച്ചോ യുവമാരെ വെച്ച് നാടകം മുമ്പോട്ട് കൊണ്ടുവന്ന് എവിടെ നിന്ന് കിട്ടിയാച്ചോ ഈ കള്ള? അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വീട്ടിൽ പറയുള്ളൂ തെണ്ടി. ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ആളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ് മുഖ്യമന്ത്രി പരുഷമായ ഭാഷയിൽ മറുപടി നൽകിയത്. സുഖദമ്മാടി എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തെ കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് സഖാവെ ഒരു ചോദ്യം എന്ന് മുന്നിലുള്ള ഒരാൾ പറഞ്ഞത്. ഓരോ കള്ളപ്പട്ടികൾ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായി. രൂക്ഷമായ പ്രതികരണത്തിന് ശേഷം അദ്ദേഹം പ്രസംഗം തുടരുകയും ചെയ്തു. ഞാനൊരു ചക്രവർത്തിയാണെന്നാണ് അവന്റെയൊക്കെ ഒരു ധാരണ. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ബുദ്ധിക്കൊരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റും. നാട്ടുകാർ നിന്നെ പച്ചോന്തെന്ന് വിളിക്കണം. നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്, മനസ്സിലായോ? ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ശല്യപ്പെടുത്തുന്നത് ശരിയാണോടാ? അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. ഇനി ഇതുപോലെ കാണിക്കൂ സത്യമായിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമന്റെ അടുത്ത് വിളിച്ചു പറ. വെറുതെ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഇതെന്തായാലും ഒരു നാറ്റ കേസായി. എന്താ പറഞ്ഞത്? ചന്ദ്രികയുടെ ആൾക്ക് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പറയൂ. LDF വരും, എല്ലാം ശരിയാകും. അത് തന്നെ അവളോട് വീണ്ടും പറയൂ. കമോൺ ആൽഫി, അത് തന്നെ പറയൂ. പറയൂ. LDF വരും, എല്ലാം ശരിയാകും. ആ വീണ്ടും റിപ്പീറ്റ് ചെയ്യൂ. പറയൂ. LDF വരും, എല്ലാം ശരിയാകും. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ. ഇനി കാണാൻ പോകുന്നത് ഹെവി പഞ്ചസ്. ചരിത്രപുരുഷ വീണ്ടും വരുമോ നിലച്ച ജീവിത സന്ധികളിൽ.